കൺട്രോൾ ചെയ്യാൻ, നമ്മൾ ഫുഡ് കഴിക്കാതെ കൺട്രോൾ ചെയ്ത് ഫാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു സംഭവം തന്നെയാണ്. ഇപ്പം 8 മണി ആയിട്ടുണ്ട്. ഞാൻ 5:30 ആയപ്പോൾ പിന്നെയും കുറച്ച് നേരം കൂടെ ഉറങ്ങി. ഉറക്കം വന്നിട്ടൊന്നുമില്ല, പക്ഷേ ചുമ്മാ ഞാൻ വേറൊന്നും കുറച്ച് വർക്കൊക്കെ ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ വേറൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ ഉറങ്ങി. അപ്പോൾ എന്താ പറയുക, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ചില ദിവസങ്ങളിൽ നോമ്പെടുക്കാറുണ്ട്. അതും ആ സമയത്ത് ഞാൻ രാവിലെ ഒന്നും എഴുന്നേറ്റ് ഫുഡൊന്നും കഴിച്ചിട്ട് അങ്ങനെ ഒരു നോമ്പൊന്നും ആയിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള വൈകുന്നേരം മാത്രം ഇഫ്താർ മാത്രം കഴിക്കുന്നൊരു നോമ്പായിരുന്നു ആ സമയത്തൊക്കെ. അത് പിന്നെ ആ പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു സമയത്തായതുകൊണ്ട് ഒരു ടയർഡ്നെസ്സോ ഒന്നും, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയല്ലേ, ടയർഡ്നെസ്സോ ഒന്നും തന്നെ അറിയാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു 10-16 വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പം വീണ്ടും നോമ്പെടുക്കുകയാണ്. അതും കുറച്ച് പ്രോപ്പറായിട്ട് തന്നെ ഇത്തവണ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ 4 o'clock ആ സമയത്ത് എഴുന്നേറ്റു, സൂർ മീൽ കഴിച്ചു. ഒരു 4:45 തന്നെ എൻ്റെ സൂർ മീൽ ഫിനിഷ് ചെയ്തു. പിന്നെ ഒരു 5:30 വരെ, ഒരു 5:15 ആണല്ലോ തുടങ്ങുന്നത് പിന്നെ നോമ്പ്. അപ്പോൾ ആ സമയം വരെ ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1 ലിറ്റർ വെള്ളം ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പം നോമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഏകദേശം എന്താ പറയുക, 5:15 മുതൽ ഇപ്പം 8 മണി വരെ ആയിട്ടുണ്ട്. ഇതുവരെ വെള്ളം കുടിച്ചിട്ടില്ല. വെള്ളം കുടിക്കാതെ എത്ര നേരം ഫാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വെള്ളം എനിക്ക് അത്രയും ആവശ്യമുള്ളൊരു സംഭവമാണ്. പിന്നെ ഇപ്പം വേനലും കൂടി ആയതുകൊണ്ട് എനിക്ക് എത്രത്തോളം വെള്ളം കുടിക്കാതെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. ഒരു രക്ഷയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെള്ളം കുടിക്കും കേട്ടോ. കാരണം ഞാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നോമ്പ് എടുക്കുമ്പോൾ പോലും വെള്ളം കുടിക്കാതെ ഞാൻ ഇതുവരെ നോമ്പ് എടുത്തിട്ടില്ല. എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നും, ഇല്ലെങ്കിൽ ഞാൻ ആകെ എന്താ പറയുക ഡൗൺ ആയിപ്പോകും കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും വെള്ളം കുടിക്കാതെ. ഒരു രക്ഷയില്ലെങ്കിൽ മാത്രമേ വെള്ളം കുടിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തായാലും 8 മണിയായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് വിശപ്പം ഒന്നുമില്ല, കാരണം രാവിലെ നല്ല രീതിയിൽ ഏകദേശം ഒരു 500 കലോറിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഞാനിപ്പം ഈ വീഡിയോ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പിള്ളേരും റംദാൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇന്നാണ് നമുക്ക് കേരളത്തിലെ റംദാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നോമ്പെടുത്ത് അതിൻ്റെ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കൂടെ തന്നെ ഇന്ന് ഞാൻ നോമ്പെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. ഇപ്പം ഏകദേശം 9:45 ആയിട്ടുണ്ട്. അപ്പോൾ വിശപ്പുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പൊന്നുമില്ല, പക്ഷെ ദാഹം ഉണ്ട് കേട്ടോ. വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഈ ഒരു ഓൾറെഡി ഞാൻ പിന്നെ 5:30 തന്നെ ഒരു 1 ലിറ്റർ വെള്ളം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം സിപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എത്ര നേരം ഞാൻ വെള്ളം കുടിക്കാതെ പിടിച്ച് നിൽക്കാൻ പറ്റും ഞാൻ നോക്കും. മാക്സിമം എന്താ പറയുക, ഇഫ്താർ വരെ പിടിച്ച് നിൽക്കാൻ നോക്കും. അതിനുള്ളിൽ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ വെള്ളം കുടിക്കുള്ളൂ. വിശപ്പുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ നല്ല രീതിയിലുള്ള ഒരു ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു ആ സൂർ ടൈമിൽ കഴിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് വിശപ്പിൻ്റെ ഇതൊന്നുമില്ല. അപ്പം ഇന്നാണ് ആക്ച്വലി നമ്മുടെ റമദാൻ നോമ്പ് മാസം സ്റ്റാർട്ട് ചെയ്യുന്നത്. Day 1 ആണ് ഇന്ന്. അപ്പോൾ ഇന്നലെ തന്നെ ഗൾഫ് കൺട്രീസിലൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ബീഫ് സ്ക്വാഡിൽ ഒരു റമദാൻ വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗൾഫ് കൺട്രീസിലെ കുട്ടികൾക്ക് ഇന്നലെയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ റമദാൻ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ സുഹൂർ മീലും കാര്യങ്ങളൊക്കെ അവർ പ്ലേ പിക്ചേഴ്സും ഒക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ. നമ്മുടെ ബാച്ചിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 100ഓളം കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു റംദാൻ ബാച്ചിലോട്ട്. അപ്പോൾ നിങ്ങളും ഫാസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് മാക്സിമം ഹെൽത്തി ആയിട്ട് നിങ്ങളിത് ചെയ്യാൻ നോക്കുക. കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റമദാൻ മാസം നമുക്ക് നല്ല രീതിയിലുള്ള വെയിറ്റ് ലോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഏപ്രിൽ മാസത്തോട്ടുള്ള ബീഫ് സ്ക്വാഡിന്റെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഏപ്രിൽ അറിയാലോ, വിഷു വരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷു ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഉണ്ട്. നമ്മളൊരു സ്പെഷ്യൽ പാക്കേജസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തവണ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഒരു 2000 rupees വർത്ത് ഗിഫ്റ്റ് കിട്ടാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട്. നമുക്ക് വിഷു ലക്കി ഡോ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് വെക്കേഷൻ ടൈമാണ്. അപ്പോൾ നമ്മൾ വെക്കേഷൻ പ്ലാനുമായിട്ട് വന്നിട്ടുണ്ട്. ഒരു 60 days സമ്മർ വെയിറ്റ് ലോസ് ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 90 days ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാം ഉണ്ട്. 4 weeks റെഗുലർ വെയിറ്റ് ലോസ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് ഇത്തവണ നമ്മൾ ബീഫ് സ്ക്വാഡ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വെക്കേഷൻ ടൈം നിങ്ങൾ വെറുതെ കളയരുത്, എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ റമദാൻ വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ മോണിറ്ററിംഗ് ഗ്രൂപ്പാണിത്, പ്ലേറ്റ് മോണിറ്ററിംഗ് ഗ്രൂപ്പ്. അപ്പോൾ എല്ലാവരും പ്ലേറ്റ് പിക്ചേഴ്സ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലേറ്റ് പിക്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളങ്ങനെ ഫാൻസീഡ് ആയിട്ടൊന്നും അല്ല കൊടുത്തേക്കുന്നത്. വളരെ നോർമലായിട്ട്
പക്ഷേ കുറച്ചും കൂടെ അതിനെ ഹെൽത്തിഫൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡയറ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെയധികം ഇൻട്രസ്റ്റോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നോമ്പ് എടുക്കാന്ന് പറയുന്നത് ഇപ്പോൾ എടുത്തു തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത് കേട്ടോ. വെള്ളമൊക്കെ കുടിക്കാതെ നിങ്ങൾ നോമ്പ് എടുക്കാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഹെൽത്തിനും കൂടെ പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ ഇത്തവണ പിന്നെ ഈ ഒരു ചാലഞ്ചിനും കൂടെ ജോയിൻ ചെയ്ത വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ചാനലിലാണെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു പ്ലേലിസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലേലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് അതായത് പിന്നെ ഓരോ ദിവസത്തെയും ഡേ 1 ഡേ 2 ആ രീതിയിലൊക്കെ ഞാൻ ഡയറ്റ് പ്ലാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല രീതിയിലുള്ളൊരു വെയിറ്റ് ലോസ് കിട്ടാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു പ്ലാനും കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിനകത്തും ഞാൻ ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാവരും പ്ലേറ്റ് പിക്ചേഴ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഇവരിപ്പോൾ സുഹൂർ മീൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വൈകുന്നേരം ഇഫ്താർ മീലാണ് അവർ പോസ്റ്റ് ചെയ്യുക. പിന്നെ അതിനിടയിലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ അവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളടുത്ത് പറയും, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പറയും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും അവരെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരെയും പേഴ്സണലി കോൺടാക്ട് ചെയ്ത് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ് നമ്മുടെ റെഗുലർ ബാച്ചസിലും നടക്കുന്നത്. അതായത് പ്ലേറ്റ് പിക്ചേഴ്സും അങ്ങനത്തെ ഒക്കെ അവർ ഗ്രൂപ്പിലാണ് പോസ്റ്റ് ചെയ്യുക. നമ്മൾ മോണിറ്റർ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യും, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. പിന്നെ ഒരു വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും അതിപ്പോൾ എത്ര ക്ലയൻസ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 200 ക്ലയൻസ് ആണ് ജോയിൻ ചെയ്തെങ്കിൽ അവർ ഓരോരുത്തരെയും നമ്മൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യും. ഒരു 9 to 10 PM ആകുമ്പോഴാണ്. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞവർ സെറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സമയത്താണ് നമ്മൾ കോൺടാക്ട് ചെയ്യുക. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസം ഓരോ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. അതായത് വർക്കൗട്ട് ചെയ്തോ, ഡയറ്റ് എടുത്തോ, എല്ലാം പ്രോപ്പർ ആയിരുന്നോ, എന്നാൽ ടയർഡ്നെസ് ഉണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ്, ഒരു പിക്ചർ ആയിരിക്കും നമ്മൾ അവർക്ക് അയക്കുന്നത്. അപ്പോൾ അവരത് ഫില്ല് ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളടുത്ത് പറയും. അതായത് ഓരോരുത്തർക്കും നമ്മൾ ഓരോ പ്രോഗ്രാം മാനേജേഴ്സിന് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി മാനേജറിനൊക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഇത്തരത്തിലുള്ള വെയിറ്റ് ലോസ് പ്രോഗ്രാംസിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷനാണ്, അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പ് ആണ്. നമ്മളെ പുഷ് ചെയ്യാൻ ഒരാൾ വേണം. ശരിക്കും നമ്മളെ പുഷ് ചെയ്യാൻ ആരുടെ ആവശ്യമില്ല, നമ്മൾ തന്നെയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ എന്നാലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, ഒരു പേഴ്സണൽ ടച്ച് എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഒരു പേഴ്സണലി ആരെങ്കിലും എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനോ പുഷ് ചെയ്യാനോ ഒക്കെ വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ ഈ പ്രോഗ്രാം മാനേജർ അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി മാനേജറിലൂടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റമദാൻ ബാച്ചിലും അങ്ങനെ എല്ലാവർക്കും ഓരോ പ്രോഗ്രാം മാനേജേഴ്സിനെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഈ ഒരു ത്രൂ ഔട്ട് 1 month പിന്നെ ഓരോരുത്തർക്കും ഓരോ ബഡീസ് ഉണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാംസ് ഏകദേശം പോകുന്നത്. അപ്പോൾ ഇത്തവണ എന്തായാലും വെക്കേഷനിൽ ഈ 2 മാസം നിങ്ങളത് വെറുതെ കളയരുത്. ഏപ്രിൽ മന്തിലോട്ടുള്ള അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഉണ്ടാവണം, അല്ലെങ്കിൽ തൈറോയിഡ് റിവേഴ്സ് ചെയ്യണം, PCOD റിവേഴ്സ് ചെയ്യണം, പോസ്റ്റ് പാർട്ടം വെയിറ്റ് ലോസ്, അങ്ങനെ പലതരത്തിലുള്ള വെയിറ്റ് ലോസ് കാറ്റഗറീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ പരിചയത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പം എൻ്റെ വർക്കാണ് എനിക്ക് ചെയ്യാനുള്ളത്. ഒരുപാട് നേരം ചിലപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും വെള്ളം കുടിക്കാൻ തോന്നും. ഞാൻ മാക്സിമം അതിങ്ങനെ കൺട്രോൾ ചെയ്യാണ്. ഇന്ന് എന്തായാലും എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അറിയണം. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളും അങ്ങനെ തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും, ഞാനൊരു ബിഗിനറാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ എന്താ പറയുക നോമ്പ് എടുത്ത ഒരാളാണ്. അപ്പം ഇപ്പോഴത് എങ്ങനെയാണ് എനിക്ക് എഫക്റ്റ് ആവുന്നതും കൂടി എനിക്കറിയണം. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്കറിയാമല്ലോ എൻ്റെ ക്ലയൻസിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ എന്തായാലും 10 o'clock ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യം എൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ. കുറച്ച് കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് കാണാം. ഇപ്പം 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ രാവിലെ 4 മണിക്കാണ് എഴുന്നേറ്റത്. അപ്പോൾ ഒരു 4:45 ആകുമ്പോഴേക്കും എൻ്റെ സൂർമയിൽ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഏകദേശം ഒരു 10 hours ആവാനായി. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഞാൻ എടുക്കുന്നതാണ്. 14 hours 16 hours ഒക്കെ ഫാസ്റ്റിംഗ് ചെയ്യുന്നതാണ്. പക്ഷേ അതെപ്പോഴും വൈകുന്നേരമാണ് ഫാസ്റ്റിംഗ് തുടങ്ങാറ്. ഒരു 6 മണിയാകുമ്പോൾ ഫാസ്റ്റിംഗ് തുടങ്ങി പിറ്റേന്ന് ഒരു 10 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന രീതിയിലുള്ളൊരു ഫാസ്റ്റിംഗ്. അതിനിടയിൽ നമ്മുടെ ഉറക്കവും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇത് നമ്മൾ എന്താ പറയുക ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ 6 മണിക്ക് ശേഷമാണ് ആഹാരം കഴിക്കാൻ തുടങ്ങുന്നത് തന്നെ. ഇതിനിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോട്ടൽ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സ്കൂളൊക്കെ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ആ സമയത്തൊക്കെ നമ്മൾ ആ ഒരു ചെറിയൊരു പ്രായമല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇപ്പം കുറച്ചെനിക്ക് നല്ലൊരു ടയേർഡ്നെസ്സും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ വിശപ്പുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്താ പറയുക ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ രാത്രി ഇപ്പം ഒരു കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ എഴുന്നേറ്റെന്ന് വിചാരിക്കും. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നൊരു വിശപ്പില്ല. ആ വിശപ്പാണ് എനിക്കിപ്പോൾ ഉള്ളത്. പക്ഷെ നല്ലൊരു എന്താ പറയുക കണ്ണിന് ചുറ്റും ഒരു പ്രഷർ പോലെയും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ തലവേദന അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ശരിക്കും ഒരു മാസം ഈ ഒരു നോമ്പ് നോക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഫുഡും അതായത് നമ്മളിപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത് പോലെയല്ല. നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് നമ്മളത് കൺട്രോൾ ചെയ്യുക, നമ്മൾ ഫുഡ് കഴിക്കാതെ കൺട്രോൾ ചെയ്ത് ഫാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പം അത് ചെയ്യുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. നമ്മൾ ഇപ്പം ഈ ഒരു പ്രായത്തിലൊക്കെയുള്ള ഒരുപാട് പേര് നോമ്പ് എടുക്കുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവും, ജോലിക്ക് പോകുന്നവരുണ്ടാവും. അങ്ങനെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ട് അവർ നോമ്പും കൂടെ നോക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഒരു എന്താ പറയുക, ഹാറ്റ്സ് ഓഫ് ഞാൻ തരികയാണ്. ഞാനിപ്പോൾ ഈ ഒരൊറ്റ ദിവസം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നല്ല ടയേർഡ്നെസ് ഉണ്ട് എനിക്ക്. പക്ഷെ എന്നാലും എന്തായാലും ഞാൻ ആ ഒരു നോമ്പ് തുറന്ന സമയം വരെ ഞാൻ പിടിച്ചു നിൽക്കും. അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും പറ്റും എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്കൊരു ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, ഈ നോമ്പ് എടുക്കുന്ന സമയത്തല്ലാതെ ഇപ്പോൾ നിങ്ങൾ IF ഫോളോ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നോമ്പ് എടുക്കുന്നവരാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ആദ്യത്തെ ഫ്യൂ ഡേയ്സിൽ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മൈഗ്രെയിൻ ഉള്ളവർക്ക് മൈഗ്രെയിൻ നല്ല രീതിയിൽ വരാം. എൻ്റെ അടുത്തൊരു കുട്ടി ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ മൈഗ്രെയിൻ ഉണ്ട്. അപ്പോൾ അത് ട്രിഗർ ആവുമെന്ന് അറിയില്ല. ട്രിഗർ ആവും എന്നുള്ള കാര്യം ഷുവറാണ്, കാരണം നമ്മൾ ഒരുപാട് നേരം ഫുഡ് കഴിക്കാണ്ട് നിൽക്കുകയാണ്. മൈഗ്രെയിൻ ഉള്ളവരൊന്നും ഫുഡ് അങ്ങനെ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്തായാലും ആദ്യത്തെ ഒരു 2-3 ദിവസങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരാനും ക്ഷീണം വരാനും തളർച്ച വരാനും പെട്ടെന്ന് ലോ BP ആവാനും ഷുഗർ കുറഞ്ഞു പോകാനും ഒക്കെ ചാൻസസ് ഉണ്ട്. പക്ഷേ എന്തായാലും നമ്മളിത് റിലീജിയസ് ഫാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം കൂടിയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ എത്രയൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു മാസം മുന്നോട്ട് പോകുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു ആദ്യത്തെ ഫ്യൂ ഡേയ്സിൽ, ഇനീഷ്യൽ ഡേയ്സിൽ വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടില്ല എന്ന് അടിക്കുക. എനിക്ക് എന്തായാലും ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇനി പിന്നെ നോമ്പ് തുറയുടെ ആ സമയത്ത് കഴിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം, ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നോമ്പ് തുറക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തു. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മീൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തത്. 2 കാരക്ക കഴിച്ചു, പിന്നെ ചെറുനാരങ്ങയുടെ വെള്ളം, അത് സോൾട്ട് ഇട്ടിട്ടാണ്, പിന്നെ ഒരു ബൗൾ ഫ്രൂട്ട്സ്. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് മീല്. ഇത് കഴിഞ്ഞൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മെയിൻ മീലിലോട്ട് പോയത്. മെയിൻ മീലായിട്ട് ഒരു ചപ്പാത്തി, കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ഒരു ഗ്രിൽഡ് ചിക്കൻ, അതായത് ഒരു 120 ഗ്രാംസ് ഗ്രിൽഡ് ചിക്കനാണ് ഞാൻ കഴിച്ചത്. അപ്പം ഫാസ്റ്റിംഗ് ഒക്കെ ബ്രേക്ക് ചെയ്തപ്പോൾ ഫസ്റ്റ് മീലായിട്ട് ഞാൻ കഴിച്ചത് പിന്നെ ലെമൺ ജ്യൂസ്, സോൾട്ട് ഇട്ടിട്ടുള്ള ലെമൺ ജ്യൂസ് ആയിരുന്നു. പിന്നെ 2 കാരക്ക, പിന്നെ ഒരു ബൗള് ഫ്രൂട്ട്സ് ആണ്, മിക്സഡ് ഫ്രൂട്ട്സ് ആണ് കഴിച്ചത്. പിന്നെ ഒരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മെയിൻ മീൽ കഴിച്ചു. ഒരു ചപ്പാത്തി, പിന്നെ ഒരു 120 ഗ്രാംസ് ചിക്കൻ. പിന്നെ എന്താ പറയുക, ഗ്രില്ല് ചെയ്ത പോലെ എടുത്തേക്കുന്നതാണ് കേട്ടോ, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തതൊന്നുമല്ല. അപ്പോൾ നിങ്ങളും പിന്നെ ചിക്കനൊക്കെ കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചിക്കൻ ബീഫ് അതൊക്കെ നിങ്ങൾ കഴിക്കാം. അപ്പോൾ കഴിയുന്നതും ഒന്നുകിൽ ഗ്രില്ല് ചെയ്യുക, അല്ലെങ്കിൽ കബാബ് പോലെ ആക്കിയിട്ടോ അല്ലെങ്കിൽ അൽഫാം പോലെ ആക്കിയിട്ടോ ഒക്കെ കഴിക്കാൻ നോക്കുക. അതായത് ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ കഴിക്കാതിരിക്കുക. കാരണം നമ്മളൊരു ചെറിയൊരു പീസ്, നമ്മളൊരു 1/4 പീസ് അല്ലെങ്കിൽ ഒരു 120 ഗ്രാംസ് പിന്നെ അൽഫാം അല്ലെങ്കിൽ ഗ്രിൽഡ് ചിക്കനൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ഹാർഡ്ലി ഒരു 150 കലോറീസ് ഒക്കെ വരുന്നുള്ളൂ. പക്ഷെ അത് നമ്മൾ എന്താ പറയുക, ഡീപ്പ് ഫ്രൈ ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക 300+ അല്ലെങ്കിൽ 400+ കലോറീസ് ഒക്കെ ആയിപ്പോകും. അപ്പോൾ ഓയിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം അതിന് മാറ്റം ഉണ്ടെന്ന് നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല സ്മൂത്ത് ആയിട്ട് പോയി. എനിക്ക് തലവേദനയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് മൈഗ്രെയിൻ വരുമെന്ന് വിചാരിച്ചു, പക്ഷെ വന്നില്ല. അപ്പോൾ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ, അതായത് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച്, അതായത് ഈ മെയിൻ മീലും പിന്നെ ഫ്രൂട്ട് സാലഡും പിന്നെ വെള്ളവും ഒക്കെ ഒരുമിച്ച് കുടിക്കാതെ ഇങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട്, അതായത് ആദ്യത്തെ ഒരു ചെറിയൊരു മീലെടുത്ത് ഒരു 20-30 മിനിറ്റ്സ് ഗ്യാപ്പ് വിട്ടതിന് ശേഷം മെയിൻ മീലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസും അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പോലെയൊന്നും തോന്നില്ല, ഹെവി ആയതുപോലെയൊന്നും തോന്നില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ പിന്നെ നോമ്പ് തുറ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് തന്നെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങളുടെ നോമ്പ് കാലമാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ, ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റട്ടെ. ഒരുവിധം നിങ്ങളുടെ അസുഖങ്ങളൊക്കെ തന്നെ ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ടോ ഒക്കെ സാധിക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെ റമദാൻ ആശംസകൾ. ബൈ.